Hey, what's up guys, it's me Jomi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ഓൾറെഡി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സെയിൽ പോസ്റ്റ് വന്നിട്ട് നമ്മുടെ കേജിൻ്റെ അപ്ഡേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സെയിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറേ കാലം വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു വന്നിട്ട് വ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ വീണ്ടും ആ സെയിൽ പോസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് റീപോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. നമ്മൾ ബൾക്കായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം 7 ജോഡി പ്രാവ് വരുന്നുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രാക്കളാണ്. അപ്പോൾ ആർക്കെങ്കിലും ബൾക്കായിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തിരിക്കാം. ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോ റേറ്റിന് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രാക്കൾ എടുത്ത് വയ്ക്കാവുന്നതാണ്. നമ്മളാ സബ്ജയിൽ ഗ്രീൻ ഐ, അതേപോലെ കത്തങ്ങ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രാക്കൾ തന്നെ. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലായിട്ട് കൊടുത്തിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ജോഡി ഫീമെയിൽ എന്ന് നാഗർകോവിലാണ്. മെയിൽ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മെയിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജോഡി. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. മെയിൽ വന്നിട്ട് ഒരു മുന്തിരിക്കണ്ണും ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പുറത്തേക്കാണ് ഫീമെയിൽ, ഇത് മെയിൽ. ഓക്കെ. അപ്പോൾ അടുത്ത ജോഡി വന്നിട്ട് സബ്ജയും അതേപോലെ കത്തങ്ങ ചാമ്പയിലുള്ള ഫീമെയിലാണ് പറഞ്ഞത്. അതിൽ മെയിൽ വന്നിട്ട് സബ്ജയാണ്, സബ്ജ ഗ്രീൻ ഐ ആണ് മെയിൽ. ഫീമെയിൽ വന്നിട്ട് കത്തങ്ങ മഞ്ഞക്കണ്ണാണ് പറഞ്ഞത്. കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെയാണ്. കാശ്മീരിലൊക്കെ കുഞ്ഞന്മാർ വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മെയിലിന് ഒരു ലെഗിന് ചെറിയൊരു ഫോൾട്ട് ഉണ്ട്, വന്നിട്ട് മറ്റേ ചരട് കാലിൽ ചുറ്റി വീണിട്ട് രക്തോട്ടം കിട്ടാതെ അങ്ങനെ ഒരു പ്രശ്നം വന്നതാണ്. പക്ഷേ ബ്രീഡിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ 6 മാസമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിന് മുമ്പേ ഈ കാല് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുഞ്ഞന്മാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ കൂട്ടുകാരുടെ കൂട്ടിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞന്മാരെ പറപ്പിക്കാൻ. ഇതിനൊക്കെ ആയിട്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ബേഡിനെ കാണാം. ഓക്കെ. നമ്മൾ അടുത്ത ജോഡിയാണ്. അടുത്ത ജോഡി വന്നിട്ട് കത്തങ്ങയിലൊരു മെയിലും ഗൈറയിലൊരു ഫീമെയിലാണ് പറഞ്ഞത്. ഇതിൽ കത്തങ്ങ ജോഡി മെയിൽ വന്നിട്ട് നമ്മൾ മറ്റേ സുറുമ ഫീമെയിലെ കിട്ടുന്ന സമയത്ത് കുഞ്ഞന്മാരൊക്കെ നല്ല അടിപൊളി റിസൾട്ടുള്ള കുഞ്ഞന്മാർ കിട്ടുമായിരുന്നു. 13+ റിസൾട്ട് വരുന്ന രീതിയിൽ കുഞ്ഞന്മാരെ കിട്ടും. അതേപോലെ തന്നെ വന്നിട്ട് ഇത് കാശ്മീരി ആ രീതിയിലെ കളറിലൊക്കെ ആയിരിക്കും മിക്കവാറും കുഞ്ഞന്മാർ ഇറങ്ങണം സുറുമയിലെ കിട്ടി കഴിഞ്ഞ്. ഇപ്പോൾ ഇത് വന്നിട്ട് നാഗർകോവിലുള്ള ഒരു ഫീമെയിലാണ്. പക്ഷേ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ടൈമിൽ ഓരോ രീതിയിലാണ്. ചില ടൈമിൽ ബാമ്പൂജി ടൈപ്പിൽ കുഞ്ഞന്മാർ ഇറങ്ങും, ചില ടൈമിൽ നമ്മുടെ നോർമൽ രീതിയിൽ തന്നെ. പക്ഷേ കുഞ്ഞന്മാർ കൊള്ളാമെന്നുള്ള റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു പേര് കാണാം. ഓക്കെ. ഇത് മെയിൽ കത്തങ്ങയും ഫീമെയിൽ വന്നിട്ട് ഗൈറയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഒരു പേരാണ്. ഫീമെയിലിൻ്റെ ദേഹത്ത് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ചെളിയുടെ ഒരു ഇത് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് ആയിട്ട് പറഞ്ഞാൽ 2 പ്രാക്കളാണ്, ഒരു ജോഡി പ്രാവാണ്. അതിൽ മെയിൽ വന്നിട്ട് കത്തങ്ങ ഇത് മുന്തിരിക്കണ്ണാണ് പറഞ്ഞത്. ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണിലാണ് പറഞ്ഞത്. ഓക്കെ. ഇതാണ് ജോഡി. മുന്തിരിക്കണ്ണിലാണ് മെയിലും, അതുപോലെ ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണിലാണ് പറഞ്ഞത്. നല്ല ഉഗ്രൻ ഒരു സെറ്റ് തന്നെ ജോഡി പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് വന്നിട്ട് ഒരു സബ്ജപ്പുള്ളി വാലിക്കറപ്പ് ഫീമെയിലും അതേപോലെ ഒരു ധാരയിൽ ഗൈറ അതിലുള്ള ഒരു മെയിലുമാണ് പറഞ്ഞത്. ഈ മെയിൽ വന്നിട്ട് ആനന്ദ് ബ്രോയുടെ ലൈനിലുള്ളതാണ്. മെയിലും ഫീമെയിലും ആനന്ദ് ബ്രോയുടെ പാരൻസ് ആയിരുന്നു. അതിലിറങ്ങിയ ഒരു കുഞ്ഞാണ്. വന്നിട്ട് നല്ല റിസൾട്ടുള്ള ഒരു കുഞ്ഞാണ്. ഇത് ഇപ്പോൾ ഏകദേശം 1.5-2 വയസ്സായിട്ടായി. ഇതുവരെയും പേരിട്ടിട്ടില്ല. നമ്മൾ ഇതിപ്പോൾ പേരിട്ടിട്ടില്ല ഇതുവരെയും. ഇതിപ്പോൾ പേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരുന്നതാണ്. അപ്പോൾ ഇത് ഒരു ജോഡിയായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക. മെയിൽ നല്ലൊരു ഉഗ്ര മെയിലാണ്. ഓക്കെ. അടുത്ത നമ്മുടെ ലാസ്റ്റ് സെറ്റാണ്. ഇതിൽ ഫീമെയിൽ വന്നിട്ട് ഇപ്പുറത്തിരിക്കുന്ന കഴുത്തിൻ്റെ ഭാഗത്ത് ജാക്ക് കയറിയിട്ടില്ലേ, അതാണ് ഫീമെയിൽ. മോൾട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റേത് മെയിലാണ്. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ബൾക്കായിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ജോഡിയാണ് ഇത്.
മെയിൽ വന്നിട്ട് വെള്ള കളറിൽ വരുന്നതാണ് മെയിൽ. മറ്റേത് ഫീമെയിലാണ്. ഫീമെയിൽ വന്നിട്ട് ചെമ്പരത്തി കണ്ണിലാണ് വരുന്നത്. മെയിൽ മഞ്ച കണ്ണിൽ ഒരു കറുത്ത ലൈനൊക്കെ ആയിട്ടാണ് വരുന്നത്, ഒരു ഔട്ടറിൽ ആ രീതിയിൽ. ചുണ്ട് കറുത്ത കളറാണ്, നവും ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് മെയിൽ. കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫോട്ടോയിൽ നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ധൃതിയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ പറ്റുന്നതുമില്ല. ഇത് ഫീമെയിലാണ്, ഇത് മെയിൽ. ഫീമെയിൽ അത് ചെമ്പരത്തി കണ്ണിലാണ് വന്നിട്ടുള്ളത്. കുഞ്ഞന്മാർ നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരാണ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ.